ഏട്ടന്റെ പേരിലുള്ള ബിസിനസ്സുകളും സ്വത്തുക്കളും ഒക്കെ ഭാഗം വെക്കുമ്പോ ഗൗതമനും പ്രണവിനും യാമിനിക്കും തുല്യമായി വീതം വെക്കുക എന്നതാണ് ന്യായം. ശരിയല്ലേ? എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്യൂ. അതങ്ങനെ തന്നെ വേണം. പക്ഷേ എന്റെ കാര്യത്തില് ഞാൻ അല്പം പക്ഷപാതം കാണിക്കും. ഈ ഇരിക്കുന്നത് എന്റെ മുഴുവൻ ബിസിനസ്സുകളുടെയും സ്വത്തുക്കളുടെയും ഡോക്യുമെന്റ്സ് ആണ്. ഞാൻ ഇതിന്റെയൊക്കെ അവകാശം ഗൗതമിന് മാത്രമേ കൊടുക്കൂ. തുറന്നു പറഞ്ഞാൽ ഗൗതം മാത്രമായിരിക്കും എന്റെ അവകാശി. പ്രണവിനോ യാമിനിക്കോ എന്റെ സ്വത്തുക്കളിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ഗൗതമിനിപ്പോഴും ആരും ഇല്ലാത്തവനാണ് എന്നൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. അതിൽ നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? എന്തെതിർപ്പ്? സന്തോഷേ ഉള്ളൂ അല്ലേ ഗോപിയേട്ടാ? പിന്നല്ലാതെ, നിന്റെ മകനായിട്ടല്ലേ നീ അവനെ വളർത്തിയത്. അപ്പോ നിന്റെ സ്വത്തിന്റെ അവകാശം അവൻ തന്നെയാണ്. സ്വത്തുക്കൾ എഴുതി കൊടുക്കുക മാത്രമല്ല, അവനെ ഞാൻ വസുന്ധര ഇൻഡസ്ട്രീസിന്റെയും എന്റെ പേരിലുള്ള എല്ലാ ബിസിനസ്സുകളുടെയും ചെയർമാൻ ആക്കാൻ പോവുക. ചെയർമാനും ആവില്ല, ഒരു കുന്തം ആവില്ല. നിങ്ങൾ ഒരു സ്വത്തും എഴുതിയും കൊടുക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഇന്ന് തന്നെ അതിനുവേണ്ട പേപ്പേഴ്സ് എല്ലാം ഞാൻ ശരിയാക്കാം. ഗൗതമിനെ കണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഡയറക്ടർ ബോർഡിന്റെ അപ്രൂവൽ വാങ്ങിക്കഴിഞ്ഞാൽ ഗൗതമിന് അവന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. ഞാൻ ചെയ്യുന്നതില് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ?